നമസ്കാരം. സണ്ടർലാൻഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാളെ 7:30 ഇന്ത്യ സമയം 7:30 നാളെ മാച്ച് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു പ്രിവ്യൂ ആണിത്. നമ്മുടെ പോസിബിൾ ലൈനപ്പ് എങ്ങനെയായിരിക്കും, നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവൻ എങ്ങനെയായിരിക്കും, നമ്മുടെ ഫോർമേഷൻ എങ്ങനെയായിരിക്കും. ഇന്നിപ്പോൾ അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഫാബ്രിഗസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോച്ചിനെ മാറ്റാൻ ചാൻസ് ഇല്ല. കാരണം നാളത്തെ മത്സരം ഇപ്പോൾ ജയിച്ചാലും തോറ്റാലും കോച്ച് മാറില്ല, മോറി മാറില്ല. അദ്ദേഹത്തിന് റാഡ്ക്ലിഫിൻ്റെ ഫുൾ ബാക്കപ്പ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ന് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോർമേഷൻ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം പുള്ളി എന്തായാലും ഫോർമേഷൻ മാറ്റില്ല, അല്ലെങ്കിൽ പുള്ളീനെ മാറ്റിക്കൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പുള്ളീനെ മാറ്റിയിട്ടില്ല, അതുകൊണ്ട് എന്തായാലും ഫോർമേഷൻ മാറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഫോർമേഷൻ ഇപ്പോൾ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ 3-4-2-1 ഇതാണ് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കേണ്ട ഫോർമേഷൻ. 3-4-3 അങ്ങനെയും പറയും. നമ്മുടെ എന്തായാലും ഗോൾ കീപ്പറായിട്ട് ഞാൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലാമിൻസിനെ ആയിരുന്നു. പക്ഷേ ഉറപ്പില്ല ലാമിൻസ് നാളെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴൊരു ഉറപ്പില്ല. കാരണം അമോറിയും എനിക്ക് തോന്നുന്നില്ല ഒരു വട്ടം കൂടിയും ബൈന്ദ്ര തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. എന്നിരുന്നാലും നമുക്ക് ബൈന്ദ്ര പറയാം. ബൈന്ദ്ര ആയിരിക്കും നാളെ എന്തായാലും ഗോൾ കീപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 3 സെൻറ്റർ ബാക്കാണ്. ലെഫ്റ്റ് സൈഡിൽ എന്തായാലും ലൂക്ക് ഷോ വരാനാണ് ചാൻസ് കൂടുതൽ. ഇനിയിപ്പോൾ അവിടേക്ക് വേറെ ഇനിയിപ്പോൾ അന്നത്തെ പോലെ മഗ്യുവറിനും ലൂക്ക് ഷോയൊക്കെ കൊണ്ട് ഒരുമിച്ച് കളിപ്പിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ലൂക്ക് ഷോയും ഡിലിറ്റും യോറോ ഇവർ 3 പേരും ആയിരിക്കും സെൻറ്റർ ബാക്കായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് ലെഫ്റ്റ് വിങ് ബാക്കാണ്. ലെഫ്റ്റ് വിങ് ബാക്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കേൾക്കുന്നത് മലാസിയ വീണ്ടും ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നാളത്തെ സ്റ്റാർട്ടിംഗ് ലെവലിൽ എന്തായാലും മലാസിയനെ ഉൾപ്പെടുത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡോർഗുനെ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഡോർഗുനെ പിക്കാം. റൈറ്റ് വിങ് ബാക്കിൽ എന്തായാലും മസ്രോയ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വീണ്ടും ഡലൂട്ടിന് അവസരം കൊടുത്തിട്ട് ഇനിയൊരു റിസ്ക് എടുക്കുമോ ആ പൊസിഷനിലേക്ക് തോന്നുന്നില്ല. കാരണം ചെൽസിയുടെ ഒപ്പം മസ്രോയ ആയിരുന്നു. അത് മസ്രോയ ആ പൊസിഷൻ ഹെവി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നത്തെ കളി ബെൻഫോർഡായിട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് ഡലോട്ടിനെ ആ പൊസിഷനിൽ ഇറക്കി എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. എന്തായാലും മസ്രോയ ആയിരിക്കും നമ്മുടെ റൈറ്റ് വിങ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ വരുന്നതാണ് ക്രൂഷ്യലായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം ആയിട്ടുള്ള സെൻട്രൽ മിഡ്ഫീൽഡ്. ഡിഫെൻസീവ് മിഡ്ഫീൽഡിലും ഉറപ്പാണ് എന്തായാലും ബ്രൂണോ വിത്ത് കസിമീറോ ആയിരിക്കുമോ. കസിമീറോ ചാൻസില്ല, റെഡ് കാർഡിൻ്റെ ഒരു ഇഷ്യൂ ഉള്ള കസിമീറോ ആയിരിക്കില്ല. മേ ബി മെയിനൊരു ചാൻസ് കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ബ്രൂണോയും മെയിനും ആയിരിക്കും, അല്ലെങ്കിൽ ഉഗാർത്തെ ബ്രൂണോ, ഇതിനാണ് ചാൻസ് കൂടുതൽ. പിന്നെ എന്തായാലും ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്തസ് ക്യൂരിയ, എംബുമോ, സെസ്കോ, നമ്പർ 9 ആയിട്ട് സെസ്കോ. മേ ബി ഇനി മൗണ്ടിനെ സ്റ്റാർട്ട് ചെയ്യിക്കുമെന്ന് അറിയില്ല. മൗണ്ടിന് ഇനി ബ്രൂണോൻ്റെ പൊസിഷനിലേക്ക് കളിപ്പിക്കുമെന്ന് അറിയില്ല. കാരണം ബ്രൂണോന് ഇത്രയും പ്രശ്നങ്ങൾ വന്ന സ്ഥിതിക്ക് ബ്രൂണോനെ ഇനി വീണ്ടും ബാക്കപ്പ് ചെയ്യുമെന്ന് അറിയില്ല. ബാക്കപ്പ് ചെയ്യരുത്, കാരണം ബ്രൂണോയുടെ ഒരു പൊസിഷനല്ല അത്. ബ്രൂണോയുടെ പൊസിഷനല്ല സെൻട്രൽ മിഡ്ഫീൽഡ്. പുള്ളിക്കാരൻ നമ്പർ 10 ആണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡിങ്ങിൽ നമ്പർ 10 ആണ്. പുള്ളിക്കാരനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ. ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഒരു പ്ലെയർ ബ്രൂണോയാണ്. പക്ഷെ ബ്രൂണോയെ വെറുതെ കൊണ്ട് സെൻട്രൽ മിഡ്ഫീൽഡിൽ കൊണ്ടിട്ടിട്ട് പുള്ളിക്കാരന് അതിന് പറ്റത്തില്ല. പക്ഷേ ഉറപ്പില്ല നമുക്ക്. എന്നാലും ബ്രൂണോ തന്നെയായിരിക്കും സ്റ്റാർട്ടിങ്. മൗണ്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. ഈ ഒരു ഫോർമേഷനായിരിക്കും എന്തായാലും അമോറിയും സണ്ടർലാൻഡിനെതിരെയും ഇറക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ഫോർമേഷനല്ല, എൻ്റെ പേഴ്സണൽ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊന്ന് ചാൻസ് അല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു 1 ചാൻസ് എടുത്ത് നോക്കാം എന്ന് പറയണമെങ്കിൽ 4-3-3 ബെറ്റർ ആയിരിക്കും. കാരണം ഡെലോ, അലോർ, മസറോയ്, യോറോ, ഡിലിറ്റ്, ഡോർക്കോ അല്ലെങ്കിൽ ലൂക്ക് ഷോ. സെൻറ്ററിൽ ഡിഫെൻസീവ്ലി ഉഗാർത്തയോർ, കസിമിറോ, പിന്നെ മൈനു, പിന്നെ ബ്രൂണോ,
പിന്നെ 3 പൊസിഷനിൽ മത്തേസ് കുനിയ, സെസ്കോ, എംബുമോ. ഈ ഒരു പൊസിഷനായിരിക്കാം ഇറക്കി കഴിഞ്ഞാൽ ഒരു ചാൻസിൽ തോന്നാം. സെൻട്രൽ ലാൻഡ് അല്ലേ, പക്ഷെ സെൻട്രൽ ലാൻഡിൽ നമുക്കങ്ങനെ അത്ര അധികം കുറച്ച് കാണാൻ പറ്റില്ല. കാരണം സെൻട്രൽ ലാൻഡിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ 6th ആണ്. അവരുടെ പെർഫോമൻസും ഒരു രക്ഷയില്ല. കാരണം അവരൊരു റിലഗേറ്റ് ആയിട്ടുള്ള ടീമാണ്, അത് കയറി വന്ന ടീമാണ് എന്നുള്ളൊരു ഇതും അവർ ലാസ്റ്റത്തെ 5 മത്സരത്തിലൊരു കണ്ടിട്ടില്ലേ. ലാസ്റ്റ് നമ്മളെ തോപ്പിച്ച ബ്രെൻറ്റ്ഫോർഡിനെയും അതേപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും അവർ തോപ്പിച്ചിട്ടുണ്ട്. സോ സെൻട്രൽ ലാൻഡിന് അത്ര ചെറിയ ടീമായിട്ട് എഴുതി തള്ളാൻ പറ്റത്തില്ല. അവരെന്തായാലും മാക്സിമം അവരുടെ ഒരു ഔട്ട്പുട്ട് എടുക്കും. കാരണം അവരെന്തായാലും 6th പൊസിഷനിലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര വീക്കാണ്. അവർ നമ്മുടെ വീക്ക്നെസ് നോക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് ലോകത്തിന് എല്ലാവർക്കും അറിയാം. എന്താണ് നമ്മുടെ വീക്ക്നെസ്? നമ്മുടെ മിഡ്ഫീൽഡാണ്. അപ്പോൾ ആ വീക്ക്നെസ് മുതലെടുത്തിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലുള്ള പ്ലേയിങ് സ്റ്റൈലായിരിക്കും ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി റിസൾട്ട് ഒരു പ്രഡിക്ഷനാണ്. സെൻട്രൽ ലാൻഡ് ഞാൻ എഴുതി തള്ളില്ല. സെൻട്രൽ ലാൻഡ് ഇപ്പോഴത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. എന്നിരുന്നാലും ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ എനിക്ക് എൻ്റെ ടീം ജയിക്കണം തന്നെയാണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 1-0 ഓർ 2-1 ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ ഗോൾ സ്കോറിങ്, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ ഫൈനൽ റീച്ച് വരുന്നത്. എന്തായാലും 2-1 ഓർ 1-0 ഈ ഒരു മാർജിനിൽ എന്നുള്ള വിജയം മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വിജയിക്കുകയാണെങ്കിൽ. തോൽക്കുകയാണെങ്കിൽ വരാൻ പറ്റില്ല. തോൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ബ്രെൻറ്റ്ഫോർഡിന് ഇപ്പോൾ നമ്മൾ 3 ഗോളിനൊക്കെ തോറ്റു പോകുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അതും 20 മിനിറ്റിനുള്ളിൽ 2 ഗോൾ കൺസീഡ് ചെയ്തു. ബ്രെൻറ്റ്ഫോർഡിനെക്കാട്ടും മികച്ച ടീമാണ് സെൻട്രൽ ലാൻഡ് എന്നും കൂടി ഓർക്കണം. ബ്രെൻറ്റ്ഫോർഡിന് ഇത്രയും റീച്ച് ചെയ്യാമെങ്കിൽ സെൻട്രൽ ലാൻഡ് എങ്ങനെയാണ് കളിക്കാൻ പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. പക്ഷേ ഓരോ ദിവസത്തിൻ്റെയാണ്. ചില ദിവസങ്ങളിൽ അത് മാറാം, ചില ദിവസങ്ങളിൽ പിന്നെ കളി വരുന്ന സിറ്റുവേഷൻ, കളിക്കുന്ന സ്ഥലം, സ്റ്റേഡിയം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വട്ടത്തെ അഡ്വാൻറ്റേജ് ഇത്തിരി കൂടുതൽ മേ ബി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എടുക്കാം. അതുകൊണ്ട് തന്നെ 1-0 ഓർ 2-1 ഈ ഒരു മാർജിനിലുള്ള വിജയമായിരിക്കും. അതിപ്പോൾ ഏത് ടീമായാലും ആ ഒരു വിജയം തന്നെയായിരിക്കും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി നാളെ റിസൾട്ട് വന്നിട്ട് ബാക്കി മീറ്റിംഗ് അപ്പോൾ കാണാം. ഓക്കെ, ബൈ.